അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ കത്തി ഉരുക്കിട്ടാ നിക്കണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിൽ നോമ്പുകാലവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമ്മൾക്ക് കറി വെക്കേണ്ട കാര്യം ആലോചിക്കുമ്പോ തന്നെ തലവേദനയാ. അപ്പൊ മമ്മി ഇന്ന് എന്ത് കറി വെക്കാന്ന് വിചാരിച്ച് നിക്കുമ്പോ കുറച്ച് പപ്പടം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പപ്പടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാന് കല്യാണം കഴിഞ്ഞ് കുന്നംകുളത്തേക്ക് വന്നതിന് ശേഷാട്ടാ പപ്പടം കൊണ്ട് കറി വെക്കാൻ പറ്റും തന്നെ അറിഞ്ഞത്. അതായത് കുന്നംകുളത്ത് അമ്മിച്ചി സൂപ്പറായിട്ട് ഈ പപ്പടം കൊണ്ട് കറി വെക്കും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് കുന്നംകുളത്ത് വന്നതിന് ശേഷമാണ്. അപ്പൊ അമ്മിച്ചി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു കറി ഒന്ന് വെച്ച് നോക്കാൻ ശ്രമിച്ചോളൂ. അപ്പൊ നമുക്ക് അധികം വൈകാണ്ട് വേഗം തന്നെ പപ്പടത്തിന്റെ കറി റെഡിയാക്കാൻ നോക്കിയാലോ. കണ്ട മമ്മി എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടാ. മെയിൻ താരം പപ്പടം തന്നെ കണ്ട. അപ്പൊ പപ്പടം മമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 8 പപ്പടം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമ്മള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ പപ്പടം ഇതുപോലെ അരിഞ്ഞെടുത്ത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. അപ്പൊ മമ്മിയുടെ പപ്പടം വറുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നല്ല രീതിയിൽ ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാല് നമുക്ക് ഈ പപ്പടം വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ പപ്പടം കാച്ചാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എല്ലാ പപ്പടങ്ങളും കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കാം. അതൊക്കെ എല്ലാവർക്കും അറിയാം. അതൊന്നും ഇപ്പൊ കാണിക്കേണ്ട വലിയ കാര്യമല്ല. എന്നാലും മമ്മി ചെയ്യുമ്പോ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം ഇട്ടാല് നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ച് കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് കറി ശരിയാക്കാനായിട്ട് ഒരു പാത്രം മമ്മി വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മൾ നേരത്തെ പപ്പടം വറുത്തെടുത്ത എണ്ണയിൽ തന്നെ കുറച്ച് നമുക്ക് എടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ഒരു 2 തരി ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഒപ്പം തന്നെ 4 വറ്റൽമുളക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കടുകും ചെറിയ ജീരകവും ഒക്കെ നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി മമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പൊ മമ്മിയുടെ ഇപ്പൊ ചെറിയ ഉള്ളി അരിയേണ്ട മടിക്ക് ഞാനിപ്പോ സബോളയാണ് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഒരു വലിയ സബോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ്, ഒരെണ്ണാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സബോള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ ഉള്ളി ചേർത്തോളൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മമ്മിക്ക് അരിയാൻ നേരമില്ലാത്ത കാരണം, നന്നാക്കി എടുക്കാനുള്ള സമയമില്ലാത്ത കാരണം ഇപ്പൊ ഞാൻ സബോളയാണ് ചേർക്കണത്. ഇനിയിപ്പോ സബോള ചേർത്തെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും കുറഞ്ഞു പോയില്ല കേട്ടാ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതൊന്ന് നന്നായി മൂക്കണം. ഇപ്പൊ നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. അതായത് ഇപ്പൊ 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടികൾ. ഈ എല്ലാ പൊടികളും ഒന്നിച്ച് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങൾ തീയൊന്ന് കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പിടിക്കും. അപ്പൊ നമുക്ക് എല്ലാ പൊടികളും ഒന്നിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായി ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് പൊടികള് ഇട്ടോളൂ. അപ്പൊ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. മമ്മി ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി, ഒരുപാട് വലുതല്ല, ഒരു ചെറിയ തക്കാളിയാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഈ തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഓൾറെഡി നമ്മള് പപ്പടക്കറിയാണ് ഉണ്ടാക്കണേ. അപ്പൊ പപ്പടത്തിൽ ഉപ്പ് ഉണ്ടാവും. എങ്കിലും നമ്മുടെ ഈ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മള് ഈ കറിയിലേക്ക്, നമ്മുടെ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ പൊടികളും മസാലകളും ഒക്കെ നല്ലപോലെ വാടി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി, അതായത് സാമ്പാറിലൊക്കെ ഒഴിക്കണ വാളൻ പുളി വെള്ളത്തിലിട്ട് കുതിർത്തി അരിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഈ പുളി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ കറി എന്ന് പറയുന്നത് വല്ലാണ്ട് ലൂസായിട്ടല്ല, ഒരു കുഴമ്പൻ പരുവത്തിലാണ് ഇരിക്കുക. എങ്കിലും നമുക്ക് അല്പം ഗ്രേവി വേണം. നമ്മൾ പപ്പടക്കറിയാണ് ഉണ്ടാക്കുന്നത്. പപ്പടം ഇട്ട് കഴിഞ്ഞാല് പപ്പടം നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പൊ നമുക്ക് അരമുറി തേങ്ങ മമ്മി ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 1-ാം പാല് മാറ്റി വെച്ചിട്ട് ഇത് 2-ാം പാലാണ്, ഒരു ഗ്ലാസ്. അത് നല്ലപോലെ ഇളക്കാം. ഇതൊന്ന് ഇനി അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞുട്ടാ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നല്ല രീതിയിൽ തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട ചാറൊക്കെ നല്ല രീതിയിൽ കുറുകിയിട്ട് തന്നെയാണ് വന്നിരിക്കണേ. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോ നമുക്കിതിലേക്ക് കുറേശ്ശെ പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് ഇളക്കി ഈ പപ്പടത്തിനെ കുത്തി ഉടക്കരുത്. പതുക്കെ നമ്മള് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി വറ്റി വരുമ്പോ ഒന്നും കൂടി ഒന്ന് കട്ടിക്കാവും നമ്മുടെ കറി. അപ്പൊ നമ്മള് ഈ സമയത്ത് മാറ്റി വെച്ച 1-ാം പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പപ്പടം ഇട്ടതിന് ശേഷം ഒരുപാട് നമ്മള് വേവിക്കേണ്ട കാര്യമില്ല. പാലൊഴിച്ച വഴിക്ക് ഒറ്റ തിളച്ചാൽ നമുക്ക് ഇത് ഓഫാക്കി എടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇത് പെരിഞ്ജീരകം പൊടിച്ച പൊടിയാണ്. അതായത് വലിയ ജീരകം, നമ്മൾ ഗരം മസാലയിലൊക്കെ ഉള്ള പൊടി. അപ്പൊ അത് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം കറിവേപ്പില ചേർക്കാം. അപ്പൊ മമ്മിക്ക് ഇവിടെ മല്ലിയില ഇഷ്ടമാണ്. അപ്പൊ ഞാന് ഒരല്പം മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഈ നോമ്പ് കാലത്ത് എല്ലാ അമ്മമാർക്കും ടെൻഷനാണ്, എന്ത് കറി വെക്കുന്നു. പപ്പടം കയ്യിലുണ്ടെങ്കിൽ ഉടനടി ഇങ്ങനെ ഒരു കറി തയ്യാറാക്കാം. പക്ഷെ നമ്മൾ ഏത് കറി വെക്കണേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾക്ക് ചോറിനോ ചപ്പാത്തിക്കോ എന്തിന്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പൊ മമ്മിയുടെ മക്കള് ഉറപ്പായിട്ടും ഈ നോമ്പ് കാലത്തോ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിയോളൂ. ഇതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി. കണ്ട കുറച്ചു നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് തിക്കായി വരൂട്ടാ. അപ്പൊ സൂപ്പർ കറിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.